പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റ്, 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഉരുക്കിൽ തീർത്ത പയ്യന്നൂര്, മുതുമയും തൃക്കരിപ്പൂരും അടക്കം ചെങ്കോട്ടകളാകെ തകർന്ന തരിപ്പണം. ആർത്തിരമ്പിയെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആടി ഉലഞ്ഞു. മന്ത്രിമാർ തോറ്റു തുന്നം പാടി. തുടർച്ചയായ 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 103 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF 35 സീറ്റിലേക്ക് കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തറിയിച്ചു. നിയമം തിരികെ പിടിച്ച BJP ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും നേമത്തും കാവിക്കൊടി പാർച്ചു. തീർന്നില്ല. കേരളത്തിൽ UDFന്റെ സുനാമിയാണ്. ചരിത്രത്തിലെ വമ്പൻ വിജയമാണ് UDFന്. ഏറ്റവും ഒടുവിലെ സൂചന പ്രകാരം നമ്മുടെ സ്ക്രീൻ അനുസരിച്ച് 102 സീറ്റുകളിൽ UDF, 35 സീറ്റുകളിൽ LDF, BJP 3 ഇടങ്ങളിൽ 64 സീറ്റുകളോടെ കോൺഗ്രസ്, സമീപകാലത്തെ മികച്ച പ്രകടനവും 22 സീറ്റുകളോടെ മുസ്ലിം ലീഗ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും സ്വന്തമാക്കി. പാലായിലടക്കം തോറ്റ കേരള കോൺഗ്രസ് മാണി വിഭാഗം വട്ടപൂജ്യമായപ്പോൾ ജോസഫിന്റെ കേരള കോൺഗ്രസ് 8 ഇടത്തും മത്സരിച്ച് 7 ഇടത്തും ജയിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയായി. 3 സീറ്റുകളോടെ RSPയും ഓരോ വീതം സീറ്റുകൾ നേടി കേരള കോൺഗ്രസ്, ജേക്കബ്, CMP എന്നീ പാർട്ടികൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. അതെ, മാത്രമല്ല RJD കൂത്തുപറമ്പും KK രമ വടകരയും പാലായിൽ മാണി C കാപ്പനും നിലനിർത്തി. ഇനി വിശകലനത്തിലേക്ക് പോകാം. ആൽവിൻ തോമസ് ഉണ്ട്. UDFന്റെ രാഷ്ട്രീയം തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ഈ വിധിയെ ആകാംക്ഷാപൂർവ്വം വിലയിരുത്തുകയും ഒക്കെ ചെയ്തയാളാണ് ആൽവിൻ. ഗുഡ് ഈവനിങ്. നൂറ്റാണ്ടിനു ശേഷം കാസർഗോഡും 20 വർഷത്തിനു ശേഷം കോഴിക്കോടും വിജയിക്കാനായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇരട്ടിക്കിരട്ടി മധുരമാണ്. BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരും ഉദുമയിൽ K നീലകണ്ഠനും ജയിച്ചു കയറിയത് സമീപകാലത്തെ വിസ്മയങ്ങളിലൊന്നും. ഇത് ടീം UDFന്റെ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം, പ്രതിപക്ഷ നേതാവിന്റെ കരുത്തുറ്റ ഒപ്പം പുതിയുഗ കേരളത്തിനായി ശരിക്കും പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ ജനവിധി. അങ്ങനെയല്ലേ വായിച്ചെടുക്കേണ്ടത്? എങ്ങനെ വിലയിരുത്താം ആൽവിൻ? നിശ്ചയമായും ഗുഡ് ഈവനിങ് ഷാമിലി, സേതു, രണ്ടുപേർക്കും ഗുഡ് ഈവനിങ്. വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ് UDF ക്യാമ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർ പറഞ്ഞത് അവർ അതിലും അപ്പുറം നേടി എന്നതിലുള്ള ആത്മവിശ്വാസവും സന്തോഷവും തന്നെയാണ് അതിൻ്റെ കരുത്തായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പണി ഏൽപ്പിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടി. അത് വളരെ വൃത്തിയായി ചെയ്യാൻ കഴിഞ്ഞു. ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ വളരെ കൃത്യമായി അത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം ഔഡ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ UDF കേന്ദ്രങ്ങളാകെ വലിയ സന്തോഷത്തിലാണ്. അവർ പ്രതീക്ഷിച്ചതിലും ഏറെ വലിയ വിജയമാണ് അവർക്ക് ഈ ഘട്ടത്തിൽ നേടാനായത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർ പ്രചരണ രംഗത്ത് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഉറപ്പായി സംഭവിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. പല വിഷയങ്ങളും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ പല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പല വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതൊക്കെയും പ്രതിഫലിച്ചു എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ റിസൾട്ട് നൽകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. ഉച്ചയ്ക്ക് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചിരുന്നു. രമേശ് ചെന്നിത്തല അടക്കം, KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെയും അവരുടെ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. മറ്റ് ഘടകകക്ഷി നേതാക്കൾ പ്രതികരണം നടത്തിയിരുന്നു. ടീം UDF എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് അത്തരത്തിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞത്. കോൺഗ്രസിന്റെ ലിസ്റ്റ് വരുന്ന സമയത്ത് യാതൊരു പൊട്ടിത്തെറികളുമില്ലാതെ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കോൺഗ്രസ് കണ്ടിരുന്ന പോലത്തെ ഒരു പൊട്ടിത്തെറികളൊന്നും ഇല്ലാതെ വളരെ സമവായത്തിലൂടെ ആ പട്ടിക തയ്യാറാക്കാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയായി നടത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് സതീശൻ പറഞ്ഞത്. അതിൻ്റെ കൂടി വിജയത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നുണ്ട് VD സതീശൻ. ഇപ്പോൾ അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുമായി തന്നെയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും അവർക്ക് കൃത്യമായി സീറ്റുകൾ നൽകുകയും അവർ തന്നെ 3 സീറ്റുകൾ കോൺഗ്രസിനായി നൽകുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതും വിജയിച്ച് കയറാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം അദ്ദേഹം അറിയിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഏതായാലും CPMന്റെ കോട്ടകൊത്തളങ്ങളൊക്കെയും തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുക. പല ജില്ലകളും കൂപ്പുകുത്തിയ അവസ്ഥയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പറയുന്ന മലബാർ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ UDFന്റെ കേന്ദ്രങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കോഴിക്കോട് വൻ മുന്നേറ്റമാണ് നടത്താൻ കഴിഞ്ഞത്. ഉത്തര മലബാറിലും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. കണ്ണൂരിലൊക്കെയും CPM വിട്ടുവന്ന TK ഗോവിന്ദനെയും അതോടൊപ്പം തന്നെ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ
ജയിച്ചു കയറി വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ ജി സുധാകരൻ ജയിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അവിടെ കൈവിട്ടു പോയത് ഐഷ പോറ്റിക്ക് മാത്രമാണെങ്കിൽ പക്ഷേ മന്ത്രിമാർ പലരും അര ഡസൻ മന്ത്രിമാരെങ്കിലും അല്ലെങ്കിൽ ഒരു ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടുന്നുവെന്ന് നേരത്തെ സതീശൻ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിലേറെ മന്ത്രിമാർ പരാജയപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. ഇതിനൊക്കെയും അപ്പുറം പിണറായി വിജയൻ എന്നുള്ള ആ വലിയ CPM-ൻ്റെ നേതാവിൻ്റെ കോട്ടകൊത്തളങ്ങൾ ഇടിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പിണറായി ധർമ്മടം മണ്ഡലത്തിൽ ആദ്യ 6 റൗണ്ടുകൾ എണ്ണിയപ്പോൾ അദ്ദേഹം അടിപടലം താഴെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. CPM-ൻ്റെ വോട്ടുകൾ ചോർന്നു, പാർട്ടിയുടെ വോട്ടുകൾ ചോർന്നു, പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ ചോർന്നു. ഇവയൊക്കെയും ചോരുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ നേരത്തെ തന്നെ UDF-നും CPM-നും കോൺഗ്രസിനും ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ നേതാക്കളൊക്കെയും പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ കണക്ക് എന്ന നിലയിൽ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിലെ കണക്കുകൾ പരിശോധിക്കാൻ. ഏതായാലും വലിയ ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങളിലുണ്ട്. മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് അടക്കം ഉടൻ തന്നെ കടക്കുമെന്നുള്ളതാണ് VD സതീശൻ അറിയിച്ചിട്ടുള്ളത്. അതിനായി വേണ്ട പാർട്ടിയുടെ നടപടിക്രമങ്ങൾ ഉടനെ ഉണ്ടാകും. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും, MLA-മാർ അണിനിരത്തിയുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഉചിതമായ സമയത്ത് നേതൃത്വം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് ഒടുവിൽ VD സതീശൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും UDF-നെ സഹായിച്ചു. കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെ പ്രവർത്തകർ മാത്രമല്ല, സാധാരണ ജനങ്ങൾ മാത്രമല്ല, CPM-ൻ്റെ അണികൾ പോലും UDF-നെ സഹായിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് ഇത്രയും വലിയ വിജയത്തിന് മുതൽക്കൂട്ടായത് എന്ന് വേണം നമുക്ക് പറയാൻ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവർ ഒരുപക്ഷെ 85 മുതൽ 90 സീറ്റ് വരെ എന്ന നിലയിലായിരുന്നു വലിയ പ്രതീക്ഷ വെച്ചിരുന്നതെങ്കിൽ ഇന്ന് അതൊക്കെ കടന്ന് 100-ഉം കടന്ന് 104-ലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്, 102-ലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷകൾ ൊക്കെ അപ്പുറം ജനം അവരോട് സഹകരിച്ചു, അല്ലെങ്കിൽ UDF പറഞ്ഞ വാദങ്ങളോട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളെ നമുക്ക് ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്താം? കാരണം ഇപ്പോ തുടക്കം മുതൽ തന്നെ ഒരൊറ്റ സംഖ്യയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. 100 സീറ്റിൽ ഞങ്ങൾ ജയിച്ചു കയറും. അതിനുശേഷം പ്രതിപക്ഷ നേതാവിന് ഒരു ഘട്ടത്തിൽ പോലും അതിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നില്ല. UDF-ന്റെ മറ്റ് നേതാക്കളോടൊക്കെ പ്രതികരണം ചോദിക്കുമ്പോൾ പലരും സംഖ്യ പറയാൻ പിന്നീടൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടെങ്കിലും ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിന്നു VD സതീശൻ. ഈ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഞാൻ പലപ്പോഴും 100 സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ അധിക്ഷേപിക്കാൻ നിരവധി പേരുണ്ടായിരുന്നു എന്നുള്ളത് VD സതീശൻ പറഞ്ഞു ഇപ്പോൾ തൊട്ടു മുൻപ്. ഈ ഘട്ടത്തിൽ ഈ ഒരു ഗംഭീര വിജയം നേടി നിൽക്കുന്ന UDF-നെ കാണുമ്പോൾ VD സതീശനെ കുറിച്ച് എങ്ങനെ വിലയിരുത്താം ആൽവൻ? നിശ്ചയമായും നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പര്യായം എന്ന് തന്നെ വേണം നമുക്ക് VD സതീശനെ നമുക്ക് ഈ ഘട്ടത്തിൽ വിളിക്കാൻ. കാര്യം അദ്ദേഹം പല നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ആ നിലപാടുകളൊക്കെയും വളരെ കൃത്യമായി തന്നെ ജനം ഉൾക്കൊണ്ടു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പല വിഷയങ്ങളിൽ അദ്ദേഹം നിലപാടെടുത്തിരുന്നു. ആ നിലപാടിൻ്റെയൊക്കെ വിജയം എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അദ്ദേഹം അല്പം മുമ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ പുതുയുഗ യാത്ര നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ആ ആത്മവിശ്വാസം തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഒരു ഘട്ടത്തിലൊക്കെ വിചാരിച്ചിരുന്നത് അണികൾക്ക് കൂടുതൽ ആവേശം നൽകാനായിരുന്നു അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എന്ന നിലയിലായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ അതല്ല ഇപ്പോൾ റിസൾട്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം പല വിഷയങ്ങൾ പറയുകയുണ്ടായി. പറഞ്ഞ പരിഹാസം എന്തെന്ന് കരുതി കഴിഞ്ഞാൽ 100 എന്ന് പറയുമ്പോൾ ഇടത് കോട്ടകൾ പറഞ്ഞിരുന്നത് അതിന് ഞങ്ങൾക്ക് 99 സീറ്റുണ്ട്, ഞങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കിഴിക്കരുത്. 41-ൽ എങ്ങനെ കിട്ടും? ബാക്കി ഇത്രയും സീറ്റ് എങ്ങനെ കിട്ടും? ആർക്കാണ് ആ കണക്കില്ലാത്ത പോയത്? അതാണ് ഇപ്പോൾ കാര്യം.